ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് കൂട്ടായ്മ എന്നതാണ്. ഇന്നത്തെ കാലത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് അവിടെ തനിക്കിഷ്ടമുള്ള കുറേ ആൾക്കാരെ കൂട്ടി അവിടെ മദ്യപാനവും വിശിഷ്ട ഭോജനവും കഴിച്ച് പിരിയുന്നതാണ് കൂട്ടായ്മയെന്ന് കരുതുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ കൂട്ടായ്മ അതാണോ എന്ന് നമ്മുടെ ബൈബിൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ നന്മ ചെയ്യുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യമേ നാം നോക്കേണ്ടത് കൂട്ടായ്മ നമ്മുടെ ഭവനത്തിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ആഹാരം കഴിക്കണമെങ്കിൽ പോലും വാട്സാപ്പ് ചെയ്യേണ്ട കാലത്താണ്. റൂമിലിരിക്കുന്ന മക്കളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചെയ്യേണ്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനാ സമയത്തും ആഹാരം കഴിക്കുന്ന മേശയിലും എങ്കിലും നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നുണ്ടോ, പരസ്പരം എന്ന് ചിന്തിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നമുക്കുള്ള കൂട്ടായ്മ എത്രമാത്രമാണ് എന്ന് ഒന്ന് അളന്നു നോക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ദേവാലയങ്ങളിലെ കൂട്ടായ്മയിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ, അവിടെ ആരാധനയിൽ സംബന്ധിക്കുകയും അതിനുശേഷം എല്ലാവരുമായി വളരെ സന്തോഷത്തോടുകൂടി കാണുകയും കുശലം ചോദിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ കൂട്ടായ്മ. ആ കൂട്ടായ്മ നടത്തുമ്പോൾ ചിലരൊക്കെയും ക്വസ്റ്റ്യന്മാർക്കിട്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥം? ഇവൻ എല്ലാവരോടും ബോധ്യപ്പെടുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാവരോടും കൂട്ടായ്മ വെക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അടുത്ത ഇനിയും പൊതുയോഗം വരികയാണ്, ഇലക്ഷനിൽ അവൻ ഇവിടുത്തെ ട്രസ്റ്റി ആകാനുള്ള ഒരു രീതിയാണോ ഇവൻ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യന്മാർക്കിടുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ നാം നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നുവെന്ന് ഇവിടെ പറയുന്നതായി നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കും. നാം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ നാം ആദ്യമായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷം നാം അവിടെ അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ടാണ് വെളിയിലേക്ക് വരുന്നത് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. ആ കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കൂട്ടായ്മയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് മുമ്പുള്ളതായ എൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ സ്വാതന്ത്ര്യം എന്താണെന്നും കൂട്ടായ്മ എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകും യഥാർത്ഥ കൂട്ടായ്മയുടെ അർത്ഥം എന്താണ് എന്ന്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് അവരോട് കൂട്ടായ്മയിൽ ജീവിക്കുവാൻ സാധിക്കും. നമുക്ക് സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ള വിവരം നമുക്കേവർക്കും അറിയാമെങ്കിലും അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ആ ആത്മീയ ഫലം നമ്മളിൽ ഉളവാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മയുള്ളവരായിരിക്കണം. ആ കൂട്ടായ്മ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മാത്രമേ കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് കഴിയുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിൾ പാരായണം ചെയ്യണം.
ആദ്യം മുതൽ അവസാനം വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അബ്രഹാം തൻ്റെ കൂട്ടായ്മയിൽ എന്തൊക്കെ ചെയ്തുവെന്നും യാക്കോബ് ചെയ്ത കാര്യങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മോശ തൻ്റെ ജനത്തോടുള്ള താല്പര്യം കൊണ്ടാണ് അവൻ അത്രയും കഷ്ടങ്ങൾ അനുഭവിച്ച് ഫറവോ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇസ്രായേൽ ജനങ്ങളെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം അവൻ നല്ല ഒരു മാതൃക കാട്ടി ഈ ലോകവാസം വെടിഞ്ഞതായി നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി, അവരുടെ കൂട്ടായ്മയുടെ ഫലമായി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒരു കെട്ടുറപ്പുള്ള സഭ തന്നെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനൊക്കെയും ഒരുങ്ങുമ്പോൾ നാം ചെയ്യേണ്ടത് ആദ്യം മനുഷ്യസ്നേഹി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതി സ്നേഹി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ ദൃഢമായ ബന്ധം ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ നാം മുമ്പോട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ കൂട്ടായ്മയിൽ നമുക്ക് മുമ്പോട്ട് പോകത്തക്കവണ്ണം നാം ജീവിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.